Hi, good morning. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിൽ കയറിയിട്ട് കുറേ കാലമായില്ലേ? പഠിപ്പിച്ച് എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും മറന്നുപോയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഗ്രാഫിക് ടാബ്ലറ്റ് ഇല്ല, അതുകൊണ്ട് എൻ്റെ നോട്ട് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റെ വീട്ടിലാണ്. സോ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് ഒന്ന് മിസ് അടിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, പ്രസൻറ്റേഷൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 3 ആണ്. അതായത് മൊഡ്യൂൾ 3യുടെ ഏകദേശം പകുതി എത്തി. എന്താണ് മൊഡ്യൂൾ 3യുടെ പേരെന്താണ്? ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. സോ we are studying about quantum mechanics, and quantum mechanics deals about the particles or the object which have a size of atomic scale or molecular scale. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ പാർട്ടിക്കിൾസിന്, അതായത് അത്രയും സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്ന മെക്കാനിക്സിൻ്റെ പേരാണ് എന്ത്? ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, സോ വെൻ വി ലുക്ക് ഇൻ ടു അവർ റിയൽ ലൈഫ്, ടേക്ക് ഫോർ എക്സാമ്പിൾ ഓഫ് എ ബോൾ. If we launch a projectile of a ball or consider a moving car, we can predict the behavior of that object യൂസിങ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ബോളോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു കാറോ, ഇതിൻ്റെയൊക്കെ ബിഹേവിയർ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോസ് ഉപയോഗിച്ച് പറ്റും. അതായത് അറ്റ് ടൈം ടി, ഒരു സമയം ടിയിൽ, ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മളെടുക്കുന്ന ഒബ്ജക്റ്റ് ഓഫ് റെഫറൻസ്, ഇപ്പോൾ ഒരു കാറാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും ന്യൂട്ടൺ സെക്കൻഡ് ലോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ടൈം ടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർ എവിടെയാണ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് കാർ, ഓർ വാട്ട് ഈസ് ദ മൊമെൻറ്റം ഓഫ് കാർ, വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് കാർ, ഇതൊക്കെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സറൗണ്ടിങ് കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. But when we are dealing with particles which is very low in size, അല്ലെങ്കിൽ when we are dealing with particles which has a size in order of some atomic scale or molecular scale, or I am talking about particles like electrons or proton, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ സൈസ് വളരെ ചെറുതായ ആറ്റോമിക് സ്കെയിൽ അല്ലെങ്കിൽ സം 10⁻⁻⁹ നാനോമീറ്റർ സ്കെയിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ കേസിൽ വി can predict the future of that particles based on our classical mechanics, laws of classical mechanics. അതായത് ഇപ്പോൾ ഇലക്ട്രോണിനും പ്രോട്ടോണിനും കേസിൽ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് എനർജി, മൊമെൻറ്റം, പൊസിഷൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് an electron or a proton somewhere, ഇതൊന്നും നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോസ് വെച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. And this point or this idea was first presented by ലൂയിസ് ഡി ബ്രോഗ്ലി. ഞാൻ പഠിച്ച കാര്യം ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യണം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. ഓക്കെ, this idea is first proposed by ലൂയിസ് ഡി ബ്രോഗ്ലി. ലൂയിസ് ഡി ബ്രോഗ്ലി ഐഡിയ പ്രൊപ്പോസ് ചെയ്യാനൊരു കാരണമാണ്, ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം the scientific community reached a conclusion that light can behave both as a particle and wave. അതായത് ലൈറ്റിന് പാർട്ടിക്കിൾ ആയിട്ടും വേവ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും, ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെൻറ്റ് ദേ ആർ കണ്ടക്ടിങ്. അതായത് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് തുടങ്ങിയ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. കൂടാതെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ എക്സ്പെരിമെൻറ്റ്. സോ ഇത് when they are studying all these experiments, they reached a conclusion that light can act as both particle and വേവ്. ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? വേവായിട്ടും പാർട്ടിക്കിളായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെൻറ്റ്സ് ദേ ആർ കണ്ടക്ടിങ്. സോ Louis de Broglie asked a question that if light can act both as particle and a wave, then why not the particles like electrons and protons can behave as both wave and പാർട്ടിക്കിൾ? ലൈറ്റിന് വേവും പാർട്ടിക്കിളുമായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ തുടങ്ങിയ പാർട്ടിക്കിൾസിന് വേവായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റൂല എന്നൊരു ചോദ്യം ലൂയിസ് ഡി ബ്രോഗ്ലി ചോദിച്ചു. ആൻഡ് ഓൾസോ ഹി പ്രഡിക്റ്റഡ് ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആൻഡ് വെലോസിറ്റി വി. അതായത് കൺസിഡർ എ പാർട്ടിക്കിൾ വിത്ത് മാസ് എം ആൻഡ് വിച്ച് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി. ഹി പ്രഡിക്റ്റഡ് യൂസിങ് സം concepts of relativity and light. He derived or he predicted that the wavelength of a particle is given by lambda is equal to h by mv.
അതായത് മാസ് എമ്മും വെലോസിറ്റി വിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ. ഇപ്പം ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു പാർട്ടിക്കിളിന്റെ കേസിൽ അതിനൊരു വേവ് ബിഹേവിയർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ലാംഡ ഇസ് ഈക്വൽ എച്ച് ബൈ എം വി എന്ന് ആര് പ്രഡിക്റ്റ് ചെയ്തു? ലൂയിസ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റ് ചെയ്തു. സോ അതൊരു വീഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആയിരുന്നു. വൈ? ബിക്കോസ് അതിന് യാതൊരു എക്സ്പെരിമെന്റൽ ബാക്കപ്പും ഇല്ലായിരുന്നു. ഇതിന്റെ എക്സ്പെരിമെന്റൽ ബാക്കപ്പ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇതിന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ആണ്. വാട്ട് ഇസ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്? ഓക്കെ. സോ ഹൗ ഡസ് വി പ്രൂവ് ദ വേവ് ബിഹേവിയർ ഓഫ് ലൈറ്റ്? ലൈറ്റിന്റെ വേവ് ബിഹേവിയർ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഓക്കെ. Based on the experiments such as interference, diffraction, we proved that light can act as a both wave and particle. ഞാൻ പറയുന്ന ഓഡിയബിൾ അല്ലേ? ഒരു കണക്ഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ടാണ്. ഒരു തംസപ്പ് ഇടുമോ ആരെങ്കിലും? ഓഡിബിൾ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ ഇതുവരെ പറഞ്ഞൊക്കെ ഓഡിബിൾ ആണെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. താങ്ക് യു. സോ ഡേവിസൺ ആൻഡ് ജെർമർ എന്ത് ചെയ്തു? ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തു? ലൈറ്റ് ഒരു വേവ് ആണ്, അല്ലെങ്കിൽ ഹൈജൻസ് വേവ് തിയറി വെച്ച് ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാനുള്ള കാരണം ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ തുടങ്ങിയ എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ, വി ക്യാൻ ഒബ്സർവ് ആൻ ഇന്റർഫറൻസ് പാറ്റേൺ ഓർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ദാറ്റ് മീൻസ് ലൈറ്റ് ക്യാൻ ബിഹേവ് ആസ് എ വേവ്. സോ ഇഫ് വി വാണ്ട് ടു analyze the wave behavior of electron, or if we want to test the wave behavior of electron, what we do? We perform the same experiment which shows us the wave behavior of light. അതായത് ലൈറ്റിന്റെ വേവ് ബിഹേവിയർ കാണിച്ചെന്ന എക്സ്പെരിമെന്റ് ഇലക്ട്രോണിന്റെ കേസിൽ നടത്തി നോക്കുക. സോ എന്ത് ചെയ്തു? ഡേവിസൺ ആൻഡ് ജെർമർ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ബീം ഒരു സിംഗിൾ സ്ലിറ്റിലേക്ക് കടത്തി വിട്ടു. സോ ഇഫ് electron has a wave property, then what should we observe? We should observe an interference pattern or diffraction pattern. അതായത് ഇലക്ട്രോണിനും ഒരു പാർട്ടിക്കിളിലെ സം വേവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്ത് ഒബ്സർവ് ചെയ്യണം നമ്മൾ? വി വാണ്ട് ടു ഒബ്സർവ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. അത് തന്നെയാണ് ഡേവിസൺ ആൻഡ് ജെർമർ ഒബ്സർവ് ചെയ്ത്. ദേ ഒബ്സർവ്ഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ, ആൻഡ് യൂസിങ് ദാറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ദേ കാൽക്കുലേറ്റഡ് ദ വേവ് ലെങ്ത് ഓഫ് വേവ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡേവിസൺ ആൻഡ് ജെർമർ ഒബ്സർവ് ചെയ്തു. അതിൽ നിന്ന് അവർ എന്ത് കണ്ടുപിടിച്ചു? ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉപയോഗിച്ച് അവർ അതിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കറിയാം ഇന്റർഫറൻസ് പാറ്റേൺ യൂസ് ചെയ്ത് ന്യൂട്ടൺസ് റിങ്സ്, എയർ വെഡ്ജ് പോലുള്ള എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യുന്നത് തന്നെ ഇന്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ തന്നെ ഇന്റർഫറൻസ് പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത് ഒക്കെ മെഷർ ചെയ്തിട്ടാണല്ലോ നമ്മൾ സോഴ്സിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. സിമിലർലി യൂസിങ് ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഡേവിസൺ ആൻഡ് ജെർമർ കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ. ആൻഡ് അവിടെയാണ് ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ ആ പ്രൊപ്പോസലിന്റെ സക്സസ് കാണുന്നത്. ലൂയിസ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റഡ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് ലൂയിസ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. സോ ഡേവിസൺ ആൻഡ് ജെർമർ റീച്ച് എക്സാക്ട്ലി സെയിം റിസൾട്ട് വിച്ച് ലൂയിസ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റഡ്. ലൂയിസ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റ് ചെയ്ത എക്സാക്ട്ലി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി സെയിം റിസൾട്ടിൽ ഡേവിഡ്സൺ ആൻഡ് ജെർമർ റീച്ച് ചെയ്തു. ഓക്കെ. സോ it proved that for particles like electrons and proton, they shows dual behavior. അതായത് സൈസ് കുറയും തോറും നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് സൈസ് കുറഞ്ഞ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ആറ്റോമിക് സ്കെയിൽ എത്തും തോറും എന്ത് സംഭവിക്കുന്നു? പാർട്ടിക്കിൾസ് ഡ്യുവൽ ബിഹേവിയർ കാണിക്കുന്നു. അതായത് പാർട്ടിക്കിളും വേവ് ബിഹേവിയർ ആൻഡ് പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങുന്നു. ഓക്കെ. സോ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് വി can predict the behavior of particles using Newtonian mechanics or classical mechanics. അവിടെ വെച്ചാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ്? We can predict the properties of an electron. ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി, അത് ഇലക്ട്രോണിന്റെ എനർജി, പൊസിഷൻ, പ്രോബബിലിറ്റി, അതൊന്നും നമുക്ക് എന്താ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് ബേസിക് ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഇൻട്രൊഡ്യൂസ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് സയൻസ്, ന്യൂ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്സ്. അതായത് വളരെ സൈസ് കുറഞ്ഞ ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ പേരാണ് ഇത് ക്വാണ്ടം മെക്കാനിക്സ്. സോ ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പഠിച്ചത്? അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ അവറിലൊക്കെ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നോ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കേസിൽ ദർ ആർ സോ മെനി യൂണിവേഴ്സൽ ലോസ് ദാറ്റ് മസ്റ്റ് ബി ഒബേഡ് ബൈ എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ, ലൈക്ക് ലോ ഓഫ് conservation of linear momentum, conservation of angular momentum,
കൺസർവേഷൻ ഓഫ് എനർജി. ഇങ്ങനെ തുടങ്ങി ഒരുപാട് യൂണിവേഴ്സൽ ലോസ് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം അതിന്റെ മോഷനിലുടനീളം. സിമിലർലി ഇൻ കേസ് ഓഫ് എ ക്വാണ്ടം പാർട്ടിക്കിൾ, ഞാൻ ഈ ക്വാണ്ടം പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മൊത്തം ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന, അതായത് വേവ് ആൻഡ് പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിളിന്റെ കാര്യമാണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ്, ആദ്യത്തെ ലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു യൂണിവേഴ്സൽ ലോ ഫോർ ക്വാണ്ടം പാർട്ടിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഹെയ്സൻബർഗ്സ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ആൻഡ് ദാറ്റ് ഈസ് എ മെഷർമെന്റ് പ്രോബ്ലം. വാട്ട് ഈസ് ദാറ്റ്? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വി ക്യാൻ പ്രിസൈസ്ലി മെഷർ ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ കേസിൽ നമ്മൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ ആൻഡ് മൊമെന്റം അല്ലെങ്കിൽ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ നമുക്ക് ഒരേ സമയം മെഷർ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ എവിടെയാണ്, കൂടാതെ ഏത് സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്ക് അക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഇഫ് വി മെഷർ ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ആൻ ഇൻസ്റ്റന്റ്, അല്ലെങ്കിൽ ഒരു ടൈം ടിയിൽ ഒരു ഇൻസ്റ്റന്റ് നമ്മൾ മെഷർ ചെയ്യുന്നു എന്ന് ഇരിക്കട്ടെ, പൊസിഷനും മൊമെന്റും, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് സം അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ പി which should obey the Heisenberg uncertainty principle delta x into delta p, which is greater than or equal to h cut by 4 pi. അതായത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞ് കോൺജുഗേറ്റ് വേരിയബിൾസ്, അതിനൊരു എക്സാമ്പിൾസ് ആണ് പൊസിഷനും മൊമെന്റും. നമുക്കത് അക്യുറേറ്റ്ലി രണ്ടും ഒരേ സമയം ചെയ്യാൻ പറ്റൂല, മെഷർ ചെയ്യാൻ പറ്റൂല എന്നാണ്. ഇപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്നു എന്ന് ഇരിക്കട്ടെ, മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് പൊസിഷനിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും, എന്ത്, ഡെൽറ്റ എക്സ്, വി കോൾ ദാറ്റ് ഡെൽറ്റ എക്സ്. ഇനി മൊമെന്റത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും, വി കോൾ ദാറ്റ് ഡെൽറ്റ പി. Then Heisenberg uncertainty principle says that the product of this both uncertainty, that means delta x, product of delta x and delta p should be greater than or equal to h cut by 2 pi. That is Heisenberg uncertainty principle, and it is true in case of all the conjugate variables. ഇപ്പം ആംഗുലാർ മൊമെന്റം ആൻഡ് ആംഗുലാർ പൊസിഷൻ, എനർജി ആൻഡ് ടൈം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ എനർജി മെഷർമെന്റ് നടത്തുന്നു ഇരിക്കട്ടെ. സോ ആ എനർജി മെഷർമെന്റിന് ഒരു ഡെൽറ്റ ടി ടൈം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ then the energy measurement should have some uncertainty which is obeyed by Heisenberg uncertainty principle, അല്ലെങ്കിൽ ഡെൽറ്റ ഇ. ഇഫ് എനർജി അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഇയും ടൈം എടുക്കുന്ന ടൈം ഡെൽറ്റ ടി ആണെങ്കിൽ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 4 പൈ. ആൻഡ് ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ അൺസർട്ടനിറ്റി. ഇത് വെറുതെ ഹൈസൻബർഗ് ഒരു ദിവസം രാവിലെ എഴുതി വെച്ചൊരു ജസ്റ്റ് ഒരു ലോ ഒന്നുമല്ല, ഇതൊരു തിയററ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. ആൻഡ് നാച്ചർ വർക്ക്സ് ഇൻ ദിസ് വേ. അതിന് ബെസ്റ്റ് രണ്ട് എക്സാമ്പിൾ we studied the two examples of the applications of Heisenberg uncertainty principle. That means we can explain why electron doesn't exist inside a nucleus. എന്തുകൊണ്ട് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റും? We can use Heisenberg uncertainty principle. Second one, we can explain the natural line broadening of a spectrum. സ്പെക്ട്രത്തിന്റെ ലൈൻ ബ്രോഡനിങ്, നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്, അതായത് ഒരു സിംഗിൾ സ്പെക്ട്രം കാണുന്നതിന് പകരം ഒരു ബാൻഡ് ഓഫ് സ്പെക്ട്രം കാണുന്നത് ഈ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, അറ്റ്ലാസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കാറിന്റെ കേസിൽ, മൂവിങ് കാറിന്റെ കേസിൽ, ഓർ കൺസിഡർ എ ബോൾ വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ഓർ ലോഞ്ച്ഡ് അപ്വാർഡ്സ്, ഇതിനൊക്കെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്ത്? യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ വി നോ ദാറ്റ് എഫ് ഈക്വൽ ടു എം എ, then that is F equal to m some d square y by dx square. So using Newton's second law we reached the equation of motion for that particle. ആ particle കേസിൽ equation of motion ലേക്ക് എത്തിയത് എന്തിന്റെ ബേസിലാണ്? യൂസിങ് Newton's second law. So similarly for a quantum particle we have a basic equation which is called Schrodinger's equation. We have two types of Schrodinger's equation, Schrodinger's time dependent equation and Schrodinger's time dependent equation. അത് രണ്ട് തരത്തിലുള്ള Schrodinger's equation ആണ്, Schrodinger's time dependent and independent equation. Okay, Schrodinger's time dependent equation പറയുന്നത് how the wave function varies with the time according to energy and surrounding potential. അതായത് എങ്ങനെ വേവ് ഫംഗ്ഷൻ എങ്ങനെ ടൈം വേരിയേഷൻ, ടൈം ആൻഡ് സ്പേഷ്യൽ വേരിയേഷൻ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് Schrodinger's ഫസ്റ്റ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ അതിന്റെ ഡെറിവേഷൻ പഠിച്ചാൽ മതി. കൂടുതൽ മോർ ഇമ്പോർട്ടന്റ് വൺ ഈസ് Schrodinger's ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ഇറ്റ് സേസ് അബൌട്ട് അറ്റ് ആൻ ഇൻസ്റ്റന്റ്, ഒരു ടൈം ടി അറ്റ് ആൻ ഇൻസ്റ്റന്റിൽ എങ്ങനെ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ പാർട്ടിക്കിൾ ഡീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നാണ് നമ്മുടെ Schrodinger's ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ പറയുന്നത്.
And more importantly, what is the മെയിൻ എലമെന്റ് ഇൻ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ? ഇപ്പൊ ഇത് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷന്റെ ഒരു ചെറിയൊരു ഫോമാണ്, പല ഫോമിൽ എഴുതാൻ പറ്റിയ ഒരു ഫോമാണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് എ സൈൻ കോൾഡ് സൈ. നമുക്കിവിടെ രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ വി ക്യാൻ സി എ സൈ. What is psi? Psi is the most important thing in the world of quantum mechanics. Psi represents a mathematical complex function which consists all the information about the particle, and psi is called wave function. ഈ psi എന്ന് പറയുന്നത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് psi ആണ്. ഈ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷന്റെ വേരിയേഷൻ, psiയുടെ വേരിയേഷൻ ആണ് നമ്മളെ കാണിക്കുന്നത്. വാട്ട് ഈസ് psi? Psi is the wave function. What is wave function? Wave function is a complex mathematical function which consists all the information about the particle. നമ്മളിപ്പോൾ ഇലക്ട്രോണിനെയാണ് ഡീൽ ചെയ്യുന്നത്, ഇലക്ട്രോണിന്റെ കേസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ psi എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ആണ്. വാട്ട് ഇസ് വേവ് ഫംഗ്ഷൻ? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് കൺസിസ്റ്റ് ഓൾ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി പാർട്ടിക്കിൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കേസിൽ ഒരു പാർട്ടിക്കിൾ, ഇപ്പോൾ ഒരു പ്രൊജക്ടൈലിൽ ലോഞ്ച് ചെയ്ത ഒരു ബോളിന്റെ കേസ് എടുക്കുക. ഓക്കെ, സോ ഇഫ് വി ക്യാൻ റൈറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൾ y ഈസ് ഈക്വൽ ടു സം at² പ്ലസ് bt³. നിങ്ങൾക്ക് ടൈമിന്റെ ഫാക്ടറിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. ദെൻ യൂസിങ് ദാറ്റ് എക്സ്പ്രഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ജസ്റ്റ് ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? if we operate a ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ, നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ടൈം വെച്ച് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് ഫോഴ്സ് കിട്ടും. സോ യൂസിങ് എ സിംഗിൾ എക്സ്പ്രഷൻ ഓഫ് എ ഡിസ്പ്ലേസ്മെന്റ് we can derive all the properties of a classical particles for any classical particle. Similarly, the wave function is similar. Wave function is a complex mathematical function which represent all the property of this പാർട്ടിക്കിൾ. അതായത് ഇലക്ട്രോണിന്റെ കേസിലോ പ്രോട്ടോണിന്റെ കേസിലോ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് അതിൽ നിന്ന് എല്ലാ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ എങ്ങനെയാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളൊരു ഡെഫിനറ്റ് സിനാരിയോ, നമ്മളൊരു സിനാരിയോ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് പാർട്ടിക്കിളിന്റെ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഉള്ള പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, വൺ ഡയമെൻഷണൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. എന്താണ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമുക്ക് വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറിനകത്ത് നമ്മൾ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിനുള്ള ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റും. ഹിയർ ഇറ്റ് ഈസ് എ സിമിലർ കേസ്. ഇവിടെയും ഇതൊരു സിമിലർ കേസാണ്. കൺസിഡർ ആൻ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m വിച്ച് ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിക്കിളിന്റെ കേസ് എടുക്കുക. കൺസിഡർ ഇതൊരു വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ആണ്. അതായത് വൺ ഡയമെൻഷൻ, ദ പാർട്ടിക്കിൾ ഈസ് ഓൺലി അലൗഡ് ടു മൂവ് ഇൻ വൺ ഡയമെൻഷൻ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഈസ് L. അതായത് ഉദ്ദേശിക്കുന്ന സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അറ്റ് x ഈക്വൽ ടു 0 വി ഹാവ് എ വാൾ ആൻഡ് ഹിയർ വി ഹാവ് പൊട്ടൻഷ്യൽ വി ഇൻഫിനിറ്റി. അതായത് x ഈക്വൽ ടു 0ന്റെ അപ്പുറത്തേക്ക് ഈ പാർട്ടിക്കിളിന് പോകാൻ ഒരിക്കലും പറ്റില്ല. സിമിലർലി x ഈക്വൽ ടു Lന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൂവ്മെന്റും റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. ആകെ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിൽ മാത്രമാണ്. ഇത് അതിന്റെ ആ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ മാത്തമാറ്റിക്കൽ ഡിഫിനിഷൻ ആണ്. ദാറ്റ് മീൻസ് Vx ഈക്വൽ ടു 0, പൊട്ടൻഷ്യൽ ഈസ് 0 ഇൻസൈഡ് ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻഫിനിറ്റ് ഇൻ ഓൾ സറൗണ്ടിങ്സ്. പുറമെയുള്ള സറൗണ്ടിങ്സിലെല്ലാം എന്ത് പറ്റും? ഇൻഫിനിറ്റ് ആണ്. നമുക്ക് ഒരിക്കലും ഈ പാർട്ടിക്കിൾ, ദർ ഈസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദിസ് പൊസിഷൻ. അതായത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ നമുക്ക് ഈ പാർട്ടിക്കിളിലൊക്കെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? സോ നമ്മൾ എന്തിനാണ് ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന ഈ ഒരു പ്രോബ്ലം സിനാരിയോ കൺസിഡർ ചെയ്ത്? സോ ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഇൻസൈഡ് ഇസ്, അതായത് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന ക്വാണ്ടം പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, the problem is to find the properties of particle. അല്ലെങ്കിൽ ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഉള്ളായിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി വാല്യൂസ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ പാർട്ടിക്കിൾ. അതായത് ഇതിനുള്ളിലിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾ, അതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ അതിന് ഏതൊക്കെ എനർജി പൊസസ് ചെയ്യാൻ പറ്റും, എനർജി വാല്യൂ പൊസസ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ സം ഗിവൺ ഏരിയ A to B? ഇവിടെ A to B എന്ന് പറയുന്നത് ഒരു സർട്ടൻ ഏരിയ കൊടുത്തിട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദിസ് പാർട്ടിക്കിൾ ഇൻ ദിസ് ഏരിയ?
പാർട്ടിക്കിളിനെ ഈ ഒരു ഏരിയയിൽ കാണാനുള്ള സാധ്യത എത്രയാണ്. സോ ദാറ്റ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ദി ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾ. സോ ഇഫ് വി വാണ്ട് ടു ഡിറൈവ് ഓൾ ദി ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ എല്ലാ ബിഹേവിയർ, ഒരു ഫ്യൂച്ചർ ടൈം ടിയിൽ ഇതിന്റെ എനർജി എന്തായിരിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്ടൺ സെക്കൻഡ് ലോ എടുക്കുന്ന പോലെ തന്നെ ടേക്ക് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻസൈഡ് ഓഫ് ദാറ്റ് ബോക്സ്. നമ്മൾ വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആ പാർട്ടിക്കിളിന്റെ കേസിൽ എടുക്കുന്നു. വാട്ട് ഈസ് വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0. അതാണ് സ്ക്രോഡിഞ്ചേഴ്സ് വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് psi? psi എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഹിയർ psi ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻസൈഡ് ദ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അതായത് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ഇപ്പോൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് psi. ഓക്കെ, സോ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് psi ആണ്. സോ ഇഫ് വി ഗെറ്റ് ദ psi, വാട്ട് ദ വേവ് ഫംഗ്ഷൻ ഓഫ് പാർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഹേവിയർ, ആ പാർട്ടിക്കിൾ മൊത്തം ബിഹേവിയർ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ initially we take one dimensional Schrodinger's equation of a particle inside the box. That is a quantum particle. It shows dual behavior. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെന്തായാലും Schrodinger's equation obey ചെയ്തേ പറ്റൂ. So we take one dimensional Schrodinger's equation for this particle. So what is one dimensional Schrodinger's equation? Dou square psi by dou x square by 2m by h cut square e minus v into psi equal to 0. Since v equal to 0 is inside the box, നമ്മൾ എന്ത് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ? നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ വി സെഡ് ദാറ്റ് v equal to 0 inside this box. There is no effect of potential surrounding potential inside this box. ഇതിനപ്പുറത്തും ഇപ്പുറത്തും v എന്ന് പറയുന്ന ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ഉള്ളിൽ എന്താണ്? v equal to 0. So we can reduce Schrodinger's equation by putting v equal to 0. ഇതാണ് ജനറൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ നമ്മൾ എന്തിനു വേണ്ടി എഴുതിയത്? ഫോർ പാർട്ടിക്കിൾ ഇൻസൈഡ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആൻഡ് psi is the wave function of that particle. ഹിയർ v equal to inside നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിൽ എന്താണ്? v equal to 0, പൊട്ടൻഷ്യൽ is 0. So we can remove this v, potential term v remove ചെയ്തു. So our equation becomes, our Schrodinger's equation reduces to dou square psi by dou x square plus 2me by h cut square psi equal to 0. അതായത് ഈ v ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ. ഓക്കെ, now put this 2me by h cut square as k square. We can substitute this expression 2me by h cut square equal to k square. എന്ത് ചെയ്യാൻ പറ്റും? ഈ 2me by h cut square എന്ന് പറയുന്ന എക്സ്പ്രഷന് k square ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then our second order differential equation becomes dou square psi by dou x square plus k square psi equal to 0. Okay. So now we get a general second order differential equation. നമ്മൾ ഇതുപോലത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, സോ വി പുട്ട് ദാറ്റ് 2me by h cut square. m എന്ന് പറയുന്ന m is the mass of the particle, e is the energy of the particle. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. m എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ മാസ്, e എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ എനർജി, psi എന്ന വേവ് ഫംഗ്ഷൻ. സോ വി പുട്ട് ദിസ് എക്സ്പ്രഷൻ as k square. So our reduced expression for Schrodinger's equation become dou square psi by dou x square plus k square psi equal to 0. And this is a general differential equation, and solution of such a differential equation is given as psi of x equal to a sin kx plus b cos kx. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് സച്ച് എ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സം കെ സ്ക്വയർ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോലെ ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന്റെ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ 1 ഈസ് ഗിവൺ ബൈ psi ഓഫ് എക്സ്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ? സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് psi. Wave function ആണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ, because this equation deals with this psi. So psi of x equal to, general solution of this equation is given by psi of x equal to a sin kx plus b cos kx. Okay, so നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടി. we get the first expression for the wave function of particle. ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ഒരു ഫസ്റ്റ് ജനറൽ എക്സ്പ്രഷൻ കിട്ടി. നൗ വി ആർ ഗോയിങ് ടു റെഡ്യൂസ് ദിസ് എക്സ്പ്രഷൻ. നമ്മൾ ഇതിലിപ്പോൾ ഒരുപാട് കോൺസ്റ്റൻസ് ഉണ്ടല്ലേ, എ ബി തുടങ്ങിയ കോൺസ്റ്റൻസ് ഉണ്ട്. ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്കറിയാവുന്ന എന്താണ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം.
Okay, so initially we are dealing with the boundary conditions of this scenario. അതായത് നമ്മൾ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് പൊട്ടൻഷ്യൽ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സിനാരിയോയുടെ ബൗണ്ടറി കണ്ടീഷൻസ് എടുത്ത് നമ്മുടെ വേവ് ഫംഗ്ഷൻ അസൈൻ ചെയ്തു. ഫസ്റ്റ് വൺ, അറ്റ് എക്സ് ഈക്വൽ ടു 0 psi of x ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു l psi of x ഈക്വൽ ടു 0. അതായത് എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു l psi of x ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതൊരു പൊട്ടൻഷ്യൽ വാളാണ്. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വി ഇൻഫിനിറ്റി ആണ്, അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ദർ ഇസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിൽ പാർട്ടിക്കിളിനെ കാണാൻ ഉള്ള പ്രോബബിലിറ്റി 0 ആണ്. സോ വി ക്യാൻ സേ, സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബൗണ്ടറി കണ്ടീഷൻ എടുത്തത്. എന്ത്, at x equal to 0 our wave function psi of x equal to 0. Similarly at x equal to l also we have a potential wall here, so there is no probability of finding particle here. നമ്മൾ എടുത്തിരിക്കുന്ന റെഫറൻസ് പാർട്ടിക്കിൾ ഒരിക്കലും x equal to l എന്ന പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. So we can write psi of x equal to 0 at x equal to l. These are the two boundary conditions we are considering in this problem. ഈ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യുന്ന രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. Okay, so we are applying that. Okay, 1 minute. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. അതായത് നമുക്കിപ്പോൾ ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടി, വേവ് ഫംഗ്ഷൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടി, നമ്മൾ അതിന് ഈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ആദ്യം എന്ത് കൊടുക്കുന്നു, ആദ്യം അറ്റ് എക്സ് ഈക്വൽ ടു 0 psi of x ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് psi of x ഈക്വൽ ടു 0 ഈക്വൽ ടു a sin k0, kx, a sin kx ആയിരുന്നല്ലോ മുകളിൽ, സോ k into 0 plus b into cos 0. ദാറ്റ് ഗീവ്സ് us this constant b equal to 0. സോ നമ്മുടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ദ കോൺസ്റ്റന്റ് ഇൻ അവർ എക്സ്പ്രഷൻ ഫോർ ദി വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടിയല്ലോ, അത് അവിടെ ബി ഈക്വൽ ടു 0 ആണ്. നിങ്ങളൊന്നും കൂടി ശ്രദ്ധിച്ച് നോട്ട് വായിച്ചാൽ മനസ്സിലാകും. സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് ഈ ജനറൽ എക്സ്പ്രഷനിലെ എക്സിന് മൊത്തം 0 കൊടുത്തു, ആൻഡ് ഓൾസോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് yields us, അല്ലെങ്കിൽ അതെന്ത് കിട്ടും, ദാറ്റ് ഗീവ്സ് us this constant b equal to 0. So the expression of our wave function of the particle, ഇപ്പൊ നമ്മുടെ പാർട്ടിക്കിളിലെ വേവ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്തു, ഇറ്റ് റെഡ്യൂസസ് ആൻഡ് ഇറ്റ് ബിക്കംസ് psi of x equal to a sin kx. അതായത് കോൺസ്റ്റന്റ് ബി 0 അല്ലേ, പിന്നെ ബി എന്ന് പറയുന്ന ടേമിന്റെ ബാക്കി അങ്ങോട്ടുള്ള ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ our expression becomes psi of x equal to a sin kx. Okay, then we have now a reduced expression for our wave function അല്ലെങ്കിൽ പാർട്ടിക്കിൾ. നമ്മുടെ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷന് നമുക്കിപ്പോൾ കുറച്ചും കൂടി ചെറിയൊരു എക്സ്പ്രഷൻ കിട്ടി. again we are reducing this expression, that means we are taking another boundary condition. നമ്മൾ എടുത്ത രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. that means at psi of x equal to 0 at x equal to l, at x equal to l there is a potential wall, so we can say psi of x equal to 0. So in this general expression put x equal to l. ഈ ജനറൽ എക്സ്പ്രഷന്റെ കേസിൽ എക്സിന് എൽ കൊടുക്കുക, എന്നിട്ട് സോ അറ്റ് ദാറ്റ് കണ്ടീഷൻ psi of x equal to 0. ദാറ്റ് മീൻസ് 0 equal to a sin kl. 0 എന്ന് പറയുന്നത് എന്ത് കിട്ടി, a sin kl എന്ന് കിട്ടി. ഇഫ് a sin kl, അപ്പം 0 equal to a sin kl എന്ന് കിട്ടി. a sin kl എന്ന എക്സ്പ്രഷൻ 0 ആണെങ്കിൽ വൺ ഓഫ് ദി പ്രോബബിലിറ്റി ഈസ് ദിസ് sin kl equal to 0. a 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കോൺസ്റ്റന്റും 0 ആയി. ദാറ്റ് ഗീവ്സ് us the wave function is completely 0. That is not possible. We want some expression for wave function. So if a sin kl equal to 0, that means sin kl equal to 0. If sin kl equal to 0, that means kl equal to some n pi. അതായത് സൈൻ കെ എൽ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് എന്താണ് 0, സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ, സൈൻ 4 പൈ, അങ്ങനെ സൈൻ എൻ പൈ ആണ് 0 എന്ന വാല്യൂ വരുന്നതെന്ന് അറിയാം. സോ വി ക്യാൻ റൈറ്റ് ഇഫ് സൈൻ കെ എൽ ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് കെ എൽ ഈസ് ഈക്വൽ ടു എൻ പൈ. കെ എൽ എന്ന് പറയുന്ന ഒരു പൈയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ, സൈൻ കെ എൽ എന്ന് പറയുന്ന എക്സ്പ്രഷൻ 0 ആവുള്ളൂ. ദാറ്റ് ഗീവ്സ് ദാറ്റ് കെ എൽ ഈക്വൽ ടു എൻ പൈ ഓർ കെ ഈസ് ഈക്വൽ ടു സം എൻ പൈ ബൈ എൽ. കെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, എൻ പൈ ബൈ എൽ കിട്ടി. സോ നൗ
വി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്, ഈ ജനറൽ എക്സ്പ്രഷനിലെ കെയ്ക്ക് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എൻ പൈ ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഗിവ്സ് അസ് the wave function of particle psi of x equal to a sin n pi by l x എന്ന് കിട്ടി. Now we have some more reduced expression. നമ്മൾ ആദ്യം ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടി, അതായത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് കൺസിഡർ ചെയ്ത് അതിനൊരു ജനറൽ സൊല്യൂഷൻ കണ്ടെത്തി. നമ്മളത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ സിനാരിയോ, അതായത് പാർട്ടിക്കിളിന്റെ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, അപ്പോൾ ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എടുക്കുകയാണ്. സോ അറ്റ് ലാസ്റ്റ് വി റീച്ച് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ psi ഓഫ് എക്സ് ഈക്വൽ ടു എ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷനിലെത്തി. നൗ അവർ ടാസ്ക് ഇസ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ എ, അതായത് എ എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റിന് നമുക്കൊരു എക്സ്പ്രഷൻ കണ്ടെത്തണം. സോ ഫോർ ഫൈൻഡിങ് എ വി ആർ അപ്ലൈങ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ദാറ്റ് ഇന്റഗ്രൽ 0 to L psi സ്റ്റാർ ഡി എക്സ് ഈക്വൽ ടു 0. സോ അതിനു മുമ്പ് എന്താണ് ഈ സൈ സ്റ്റാർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് ഇന്റഗ്രൽസ് എ ടു ബി സൈ സ്റ്റാർ ഡി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ ദ പൊസിഷൻ എ ആൻഡ് ബി. അതായത് ഇന്റഗ്രൽ എ ടു ബി സൈ സ്റ്റാർ ഡി എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വൺ ഡയമെൻഷണൽ കേസാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ എ എന്ന പൊസിഷനും ബി എന്ന പൊസിഷനും ഇടയിൽ നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് എന്ത്, ഇന്റഗ്രൽ എ ടു ബി സൈ സ്റ്റാർ ഡി എക്സ്. ഹിയർ വി ഹാവ് ഇന്റഗ്രൽ 0 to L സൈ സ്റ്റാർ ഡി എക്സ്. 0 to L, അതായത് നമ്മുടെ മുഴുവൻ ബോക്സ് ആണ്, സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിലെ മുഴുവൻ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇന്റഗ്രൽ 0 to L സൈ സ്റ്റാർ ഡി എക്സ്, 0യ്ക്കും എല്ലിനും ഇടയിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, നമുക്കറിയാം സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ഉള്ളിലാണ് പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും 0 മുതൽ L വരെയുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ എന്ത് ചെയ്യും, പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ പറ്റും. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദ പൊസിഷൻ ഫ്രം 0 to L ഈസ് 1. സോ വി ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ 0 to L സൈ സ്റ്റാർ ഡി എക്സ് ഈക്വൽ ടു 1. 1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്രോബബിലിറ്റി. വി ആർ ഷുവർ ദാറ്റ് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിളിനെ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. അതാണ് ഇന്റഗ്രൽ 0 to L. ഇഫ് ഇന്റഗ്രൽ 0 to L by 2 സൈ സ്റ്റാർ ഡി എക്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ, 0 മുതൽ L by 2 വരെയുള്ള ലെങ്ത്തിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ 0 to L എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദ വോൾ ബോക്സ്. നമ്മളൊരു സാധാരണ ഒരു ബോക്സിനുള്ള ഒരു പാർട്ടിക്കിൾ, ഒരു ബോൾ എടുത്തിട്ടു, എന്നിട്ട് പറയുകയാണ് ഈ ബോക്സിന്റെ ഉള്ളിൽ മുഴുവൻ ഈ ബോളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we are sure that we will find that ball in that box. So the probability is 1. So we can put that 1. Now we get the expression integral 0 to L psi star dx equal to 1. Here we have psi, we have expression for psi, wave functional expression നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അതെന്ത് ചെയ്യാം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. psi of x equal to a sin n pi L by x. അവിടെ സൈ ആൻഡ് സൈ സ്റ്റാർ കാണുന്നുണ്ട്. സൈ സ്റ്റാർ ഈസ് ദ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. നമ്മൾ പറഞ്ഞു വേവ് ഫംഗ്ഷൻ ഈസ് എ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഇവിടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് പാർട്ട് ഇതിലില്ല, ഇതൊരു റിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സൈയും സൈ സ്റ്റാർ ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് സൈ സ്റ്റാർ ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to L a sin n pi x by L into a sin n pi x by L dx equal to 1. Or multiplying that we will get integral 0 to L a square sin square n pi x by L dx equal to 1. ഈ സൈൻ സ്ക്വയർ എന്ന് പറയുന്നതിന് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റി അല്ലെങ്കിൽ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടാകും. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ 1 മൈനസ് കോസ് 2x അല്ലെങ്കിൽ കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാകും. സോ ഈ സൈൻ സ്ക്വയർ എക്സിനെ, സൈൻ സ്ക്വയർ എക്സ് അല്ല, സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ, എൻ പൈ ബൈ എൽ എക്സിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 1 മൈനസ് കോസ് 2 എൻ പൈ എക്സ് ബൈ എൽ ബൈ 2 ഡി എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് ഇവിടെ ഒരു 1 മൈനസ് ഉണ്ടല്ലോ, സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എ സ്ക്വയർ ഇന്റഗ്രൽ 0 to L 1 by 2 dx മൈനസ് എ സ്ക്വയർ കോസ് 2 n pi x by L dx ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. ദിസ് എക്സ്പ്രഷൻ ഈസ് 0. ഇതെന്ന് പറയുന്നത് ഇന്റഗ്രൽ കോസം കോസെക്സ് ആണ്. വാട്ട് ഈസ് ഇന്റഗ്രൽ കോസെക്സ്? ഇന്റഗ്രൽ കോസെക്സ് എന്ന് പറയുന്നത് സം ഓർഡർ ഓഫ് സൈൻ എക്സ് ആണ്. സോ sin x നെ 2n pi, here we have a multiple of 2n pi. So x ന് ഏത് വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, 0 വരും. So only expression which is remaining in this term is a square
ഇൻറ്റു ഇന്റഗ്രൽ 0 to L 1/2 dx equal to 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. സോ ഇഫ് യു ഡു മാത്തമാറ്റിക്സ് a square to 0 to L 1/2 dx equal to 1 അതെന്ന് പറയുന്നത് നമുക്ക് ഡിറൈവ് ചെയ്തെടുത്ത് എക്സിനെ നമ്മൾ വാല്യൂ കൊടുക്കുന്നു. ഇന്റഗ്രൽ ഹാഫ് dx എന്ന് പറയുന്നത് എന്താണ്, x/2 ആണ്. സോ നമ്മൾ അതിന് L വാല്യൂ കൊടുക്കുന്നു. ദാറ്റ് ഗിവ്സ് us a²/2 into L equal to 1 or a equal to √2/L. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ഇത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു പോയത്. അതായത് നമുക്ക് അവസാനം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഗെറ്റ് ദ കോൺസ്റ്റന്റ് ഇൻ ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ, അല്ലെ ഇൻ ദ എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ as a is equal to √2/L. Now substitute this expression for this constant a in our general equation. That means psi of x equal to a sin n pi x by L ആയിരുന്നല്ലോ. അതിന്റെ എക്ക് വരെ നമ്മൾ substitute √2/L. Now we got a wave function of a particle in a box of L. അത് സ്ക്വയറൽ പൊട്ടൻഷ്യൽ ലെങ്ത് L ഉള്ള ഒരു 1 ഡയമെൻഷണൽ സ്ക്വയറൽ പൊട്ടൻഷ്യലിൽ ഉള്ള മാസ് m ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ wave function നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഡെറൈവ് ചെയ്തിരിക്കുന്നു യൂസിങ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ ഇഫ് വി ഗെറ്റ് ദ വേവ് ഫംഗ്ഷൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്? എന്താണ് വേവ് ഫംഗ്ഷൻ കിട്ടിയുള്ള പ്രയോജനം? നമുക്കിപ്പോൾ വേവ് ഫംഗ്ഷൻ കിട്ടി, അതായത് ലെങ്ത് L, സ്ക്വയറൽ പൊട്ടൻഷ്യലിന്റെ ലെങ്ത് L, ഇവിടെ എല്ലിന്റെ ടേംസിൽ n pi x-ന്റെ ടേംസിൽ നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്താണ്? വി ക്യാൻ derive all the properties. What is the allowed energies of the particles in the squirrel potential ഉള്ളിൽ ഈ പാർട്ടിക്കിളിന് അലൗഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഏതൊക്കെയാണ്, എന്തായിരിക്കും പാർട്ടിക്കിളിന്റെ മൊമെന്റം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ അറ്റ് സം പൊസിഷൻ, ഇതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. വി ക്യാൻ ഡിറൈവ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഇൻ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ യൂസിങ് ദിസ് എക്സ്പ്രഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഇതാണ്, അതായത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്താണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം പാർട്ടിക്കിൾ ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അതൊരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. വാട്ട് ഈസ് ദ ഹൗ ക്യാൻ വി ഡിറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ക്വാണ്ടം പാർട്ടിക്കിൾ ഇൻ എ വിച്ച് ഇസ് ട്രാപ്ഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. സോ ഫോർ ദാറ്റ് we applied Schrodinger's time independent equation, and considering it as a second order differential equation, we reached a general equation for the wave function psi of x. Then using the boundary conditions of the scenario we have used, that means the square well, using the boundary conditions and the wave functions of the square well potential, we reduced the expression for the wave function to the final expression that we derived. നമ്മൾ അവസാനം ഒരു ഫൈനൽ എക്സ്പ്രഷൻ എത്തിയില്ല, psi of x equal to √2/L sin n pi x by L. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ബൗണ്ടറി കണ്ടീഷൻ ഒക്കെ യൂസ് ചെയ്ത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ അകപ്പെട്ടു പോയ ഒരു ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കലിന്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതിന് ഒരുപാട് ഉപയോഗമുണ്ട്, അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ ഓക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ കുറെ കാലം കൂടിയിട്ടല്ലേ ഇപ്പൊ ഫിസിക്സ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. സോ റിവൈൻഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അറിയാം. സോ നോട്ടൊക്കെ എന്തായാലും വായിച്ചു നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക, പേഴ്സണൽ ആയിട്ടായാലും ക്ലാസ്സിലായാലും. ഓക്കെ, പിന്നെ പോർഷൻ എടുത്ത് തീർക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോകും. അപ്പോൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്പർ പറഞ്ഞു. ഓക്കെ, നമ്പർ പറഞ്ഞു 1 മുതൽ പറഞ്ഞാൽ മതി, 1 2 3 അങ്ങനെ പറഞ്ഞാൽ മതി. എടാ 1 മുതൽ പറയടാ, ആരാ 1 ആരാ? 1 അബ്സെന്റാ? ഓക്കെ, 2. Sir, roll number 2 present. Roll number 3 present. Roll number 4 present. 5. 6 7 8 present. 9 present. Sir, 10%.
11 ആബ്സെന്റോ? 11. 12. 13. 15. 16. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രസൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് ലാബിൻ്റെ പീരീഡ് അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് തിയറി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലിങ്കിൽ കയറുക. ഓക്കെ, താങ്ക് യു.